സ്വാതന്ത്ര്യത്തിന്റെ പടപ്പാട്ടുകാരനും മാനവികതയുടെ സ്നേഹഗായകനുമായിരുന്ന അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ ഒരിക്കൽ പറഞ്ഞു, സ്വാതന്ത്ര്യം എന്നത് മനുഷ്യന്റെ രക്തധമനികൾ ഇരുമ്പ് പോലെ ഉറപ്പുള്ളവയാണ്. നിനക്ക് സ്വന്തം മുന്തിരിയിൽ നിന്ന് തെളിഞ്ഞ മുന്തിരിച്ചാറ് കുടിക്കണമെങ്കിൽ ഭൂമിയിൽ നിനക്ക് അധികാരം ഉണ്ടായേ തീരൂ എന്ന് പാടിയ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ. അതുപോലെ തന്നെ സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ദേശസ്നേഹം പാടി അദ്ദേഹമുണ്ടല്ലോ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാളികളെ ഹരം പിടിപ്പിച്ച കവിയായിരുന്നു. ആധുനിക മനുഷ്യൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള യഥാർത്ഥ പരിഹാരം ഇസ്ലാമാണെന്ന് അദ്ദേഹം ഉത്ബോധിപ്പിച്ച മഹാനായ അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിനെയും സ്മരിക്കപ്പെടേണ്ട ഒരു ദിനം കൂടിയാണ് ആഗസ്റ്റ് 15 എന്നത്. അതുപോലെ തന്നെ മതത്തിന്റെ പേരിൽ വർഗീയത തുപ്പുന്നവർ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമാണ് വക്കം അബ്ദുൽ ഖാദർ എന്ന സ്വാതന്ത്ര്യ സേനാധിയെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാർ വക്കം അബ്ദുൽ ഖാദറിനെ തൂക്കിലേറ്റിയപ്പോൾ അന്ത്യാഭിലാഷം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, ഇന്ന് മതത്തിന്റെ പേരിൽ വർഗീയത തുപ്പുന്ന കാബാലികം ആദർശത്തിന്റെ കാബാലികന്മാരെ മനസ്സിലാക്കണം, വർഗീയത തുപ്പുന്ന കാബാലികന്മാര് മനസ്സിലാക്കണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ വക്കം അബ്ദുൽ ഖാദർ പറഞ്ഞത് എന്താണെന്നറിയുമോ? എന്റെ പ്രിയ സുഹൃത്തായ അനന്ത നായരെയും എന്നെയും ഒരുമിച്ച് തൂക്കിലേറ്റണമെന്ന് പറഞ്ഞ വക്കം അബ്ദുൽ ഖാദറിനെയും സ്മരിക്കപ്പെടേണ്ട ഒരു പൊൻസുദിനമാണ് മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഈ ആഗസ്റ്റ് 15 എന്നത്. നാം മനസ്സിലാക്കണം, ഇങ്ങനെ അനേകം മഹത്തുക്കൾ ഈ രാജ്യത്തിന് വേണ്ടി ഷഹീദായപ്പോൾ ഫാസിസ്റ്റ് അധികാര ശക്തികൾ ഇതെല്ലാം മറയ്ക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് ശരിയായ രീതിയിൽ ഈ ചരിത്രങ്ങൾ പഠിച്ച് പ്രചരിപ്പിക്കൽ. നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് മറന്നു പോകല്ലേ മുസ്ലിം സമുദായമേ. അതുപോലെ തന്നെ നാം മനസ്സിലാക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന. അതുപോലെ തന്നെ ഇന്ത്യൻ പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനയാണ്. 31 ഭാഗമാണ് ഏറ്റവും പ്രാധാന്യം. നാം മനസ്സിലാക്കണം, അതിലെ 25 മുതൽ 30 വരെയുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പുകൾ മതസ്വാതന്ത്ര്യത്തെ പറ്റിയും മത ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക അവകാശങ്ങളെ സംബന്ധിച്ചുമുള്ളതാണെന്ന്, അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അതിൻ്റെ അകത്ത് പറയുന്ന സ്വാതന്ത്ര്യമുണ്ട്. ആ നിയമത്തിൽ അതിന് സ്വാതന്ത്ര്യമുണ്ട് ഓരോ പൗരന്മാർക്കും ഇന്ത്യയിലെ. എന്നാൽ ഇന്നിവിടെ അതിന് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന് ചിന്തിക്കേണ്ട പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും സ്വാതന്ത്ര്യം പാടെ നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകൾ കഴിഞ്ഞുകൂടുന്ന രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറുന്നു എന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. ചില ഫാസിസ്റ്റ് ഭരണകൂടം മൂലം നാം ചിന്തിക്കണം. വെള്ളാപ്പള്ളി നടേശനെ പോലെ PC ജോർജിനെ പോലെയുള്ളവർ വർഗീയത പറയുമ്പോൾ തന്റെ രോമത്തിന് പോലും ഒന്ന് സംഭവിക്കുകയില്ല എന്ന തോന്നൽ പലപ്പോഴും ഒരു വിഭാഗം ആളുകൾക്ക് ഈ രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടോ എന്ന് തോന്നിപ്പോകാറുണ്ട് പലപ്പോഴും. അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ മാനത്തിന് പോലും വില കൽപ്പിക്കാതെ മണിപ്പൂരിലെ പാവപ്പെട്ട കുങ്കി സ്ത്രീകളെ ഉപദ്രവിക്കുമ്പോൾ ഈ